ഉബൂദിയ്യത്തിലേക്ക് നമ്മൾ പോണെങ്കിൽ അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ഇതാണ് അഹമ്മു ശൈ. ഒരൊറ്റൊരായത്ത് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുക. സമയം കുറെ. ഒരൊറ്റ ആയത്ത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ആ ആയത്ത് ഒരു വല്ലാത്ത ആയത്താണ്. ഏതാണ്? സൂറത്തു ത്വലാഖിലെ അവസാനത്തെ ആയത്ത്. സൂറത്തു ത്വലാഖിലെ അവസാനത്തെ ആയത്ത്. ആ ആയത്ത് മനസ്സിലാക്കണതിന്റെ തൊട്ട് മുമ്പ് സൂറത്തു ദാരിയാത്തിലൊരായത്ത് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരുമ്പോ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ കോറലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുണ്ട്. എന്തിനാ അല്ലാഹ് എന്നെ നിങ്ങളീ പഠിച്ചത്? എന്തിനാ മനുഷ്യരെ ജിന്നുകളെ അല്ലാഹ് പഠിച്ചത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതിപ്പോ ഏതാണ്ട് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന, എന്റെ മുന്നിലിരിക്കുന്നവരും അല്ലാത്ത നിലയ്ക്ക് ക്ലാസ് കേൾക്കുന്നതുമായ ഏതാണ്ട് എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അഥവാ എന്റെ ഏകത്വം തൗഹീദ് അത് അംഗീകരിച്ചിട്ട് അതനുസരിച്ച് അമൽ ചെയ്ത് ജീവിക്കുക, അതിനു വേണ്ടിയാണ്. വേറെ ഒരു ലക്ഷ്യവും അവരുടെ ജീവിതത്തിന് വേറല്ല. നമ്മളെ ജിന്നു വർഗത്തെ പഠിച്ചത്. ശരി, നമ്മളും ജിന്നുകളും അല്ലാത്ത ഒരുപാട് 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 സൃഷ്ടികൾ ഇവിടെ ഉണ്ട്. ആകാശങ്ങളുണ്ട്, ഭൂമിയുണ്ട്, 7 ആകാശങ്ങളുണ്ട്. അവമിനൽ അർളി മിസ്ലുഹുൻ, ഭൂമിയിലും അതുപോലെ തന്നെ 7 ഭൂമികളുണ്ട്. ആ ഭൂമികൾക്കിടയിൽ ഗ്യാപ്പുകളുണ്ട്. ഒരു വലിയ ലോകം 7 ആകാശങ്ങൾക്കിടയിൽ അതുപോലെ തന്നെ വലിയ ലോകങ്ങളുണ്ട്. അവയിലെല്ലാം ആകാശലോകത്ത് ഉപരിലോകത്തെ ജീവികളാൽ നിബിഡമാണ്, കീഴ്ലോകത്തെ കാര്യങ്ങളാൽ അത് നിബിഡമാണ്. ഇതെല്ലാം എന്തിനാ അല്ലാഹ് ഉണ്ടാക്കിയത്? നമ്മളെ പഠിച്ചതിന്റെ ലക്ഷ്യം നമുക്ക് കിട്ടി. ഇല്ലാ ലിയഅ്ബുദൂൻ ഇല്ലാ ലിയുവഹിദൂൻ. എന്നാൽ ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹ് സൃഷ്ടിച്ചത് എന്തിനാണ്? അതിനുള്ള ഉത്തരം കൂടിയാണത്. മനുഷ്യനെയും ജിന്നിനെയും അല്ലാഹ് പഠിച്ചത് എന്തിനെന്ന് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്റെ ചോദ്യം തീരും മുമ്പ് നിങ്ങൾ ഉത്തരം പറയും ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക, അള്ളാഹിന്റെ തൗഹീദ് തഹഖീഖ് ചെയ്യുക, അതിനാണ് നമ്മളെ പഠിച്ചത്. എന്നാൽ 7 ആകാശം 7 ഭൂമിയും അവയുടെ ഇടയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ സംവിധാനങ്ങളും ഒക്കെ അള്ളാഹ് എന്തിനാണ് ഉണ്ടാക്കിയത്? അത് നിങ്ങൾക്കറിയില്ല. അതിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്. അല്ലാഹ് അവനാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത്. വമിനൽ അർളി മിസ്ലഹുൻ, അതുപോലെ തന്നെ ഭൂമിയെ അവൻ സൃഷ്ടിച്ചു. ഭൂമിയിൽ നിന്നും അതേപോലെയുള്ളവ, അഥവാ 7 ഭൂമികൾ അതും അല്ലാഹ് സൃഷ്ടിച്ചു. യതനസ്സലുൽ അംറു ബൈനഹുൻ, ഈ 7 ആകാശങ്ങൾക്കിടയിലൂടെയും 7 ഭൂമികൾക്കിടയിലൂടെയും അവന്റെ അമ്ര്, അവന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം 7 ആകാശങ്ങൾ. ആ 7 ആകാശങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ഗ്ലിംസ് നമുക്ക് കിട്ടണമെങ്കിൽ നന്ന് ചുരുങ്ങിയത് മെഹറാജിന്റെ ഹദീസെങ്കിലും, മെഹറാജ് റസൂലുള്ളാഹ് നടത്തിയിട്ടുള്ള മെഹറാജിനെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ള ആ ഭാഗവും അതുപോലെ തന്നെ അനുബന്ധമായ മറ്റ് റിവായത്തുകളിലൂടെയും കടന്നു പോകുമ്പോഴേ 7 ആകാശം എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ മഹാപ്രപഞ്ചങ്ങളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് ഒരു ചെറിയ ഗ്ലിംസെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഭൂമി അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. അവക്കിടയിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അല്ലാഹ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. യതനസ്സലുൽ അംറു ബൈനഹും. ഇതൊക്കെ എന്തിനാണ് അല്ലാഹ് സൃഷ്ടിച്ചത്? കൽപ്പനകൾ ഇതിലൂടെ ഇറക്കുന്നത് എന്തിനാണ്? ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അള്ളാഹുവിന്റെ അസ്മാഉകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹനെ അറിയാൻ, അള്ളാഹുവിന്റെ അസ്മാഉകളും അള്ളാഹുവിന്റെ സിഫാത്തുകളും നിങ്ങൾ അറിയാൻ വേണ്ടിയാണത്. ലിതഅലമു. എന്തിനാണ് ഈ മഹാപ്രപഞ്ചങ്ങളുടെ സൃഷ്ടിപ്പ്? ലിതഅലമു, നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടിയാണ്. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആദ്യം അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ അറിയണം. അള്ളാഹ് എന്ന അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാല, ആ മഹത്തായ പേര് നിങ്ങൾ മനസ്സിലാക്കണം.
അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ്ക്ക് ഖദീർ എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. അള്ളാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണ് എന്നാണ് ആ പേരിന്റെ താല്പര്യം എന്ന അള്ളാഹിന്റെ സിഫത്ത്. ഈ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സിഫത്തും നിങ്ങൾ അറിയണം. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അള്ളാഹു എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നവനാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഇഹാത്തത്ത് ഇൽമൻ വഖുദ്റ, അവന്റെ ഇൽമു കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും എല്ലാറ്റിനെയും അവൻ ചൂഴ്ന്നു നിൽക്കുന്നു എന്നീ പറയുന്ന അള്ളാഹിന്റെ അസ്മാഉകൾ സിഫാത്തുകൾ നിങ്ങൾ അറിയാനാണ്. അതറിഞ്ഞോ അള്ളാഹ്ക്കുള്ള ഉബൂദിയ്യത്ത് മനസ്സിക്ക് വരും. അള്ളാഹ്ക്കുള്ള ഉബൂദിയ്യത്ത് വരുമോ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും. അതിലേക്ക് നമ്മൾ എത്തുക. അതാണ് ഈ ഇത്തരം മജ്ലിസുകളുടെ ലക്ഷ്യം. അല്ലാതെ കുറെ പുതിയത് കേൾക്കലല്ല. അതുകൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ വാക്ക് അതിലേക്ക് തന്നെ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നു. തആലു നജ്ലിസ് ബിനാ നുഅ്മിൻ സഅതൻ നദ്കുറുല്ലാഹ്. ഒരു സമയം കിട്ടിയ നമുക്ക് ഒരുമിച്ച് കൂടാം. എന്തിനു വേണ്ടി? ഈമാൻ കുറച്ച് വർദ്ധിപ്പിക്കാൻ, അള്ളാഹിന്റെ അസ്മാഉകൾ, അള്ളാഹിന്റെ സിഫാത്തുകൾ അത് നമ്മൾ കേൾക്കാൻ, അത് ഉച്ചരിക്കാൻ, അത് ദിക്ർ നടത്താൻ, അങ്ങനെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.